ഒരാൾ സ്വന്തം ജീവനേക്കാൾ മഹത്തായ മറ്റെന്തിനെങ്കിലും സ്വയം സമർപ്പിച്ചാൽ വിസ്മയപ്പെടുത്തുന്ന പലതും സാധ്യമാകും. അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇനി. നവതി ആഘോഷത്തിലാണ് ടിബറ്റൻ ബുദ്ധമത നേതാവ് ദലൈലാമ. ആരാകും ദലൈലാമയുടെ പിൻഗാമി? 6 പതിറ്റാണ്ട് പിന്നിട്ട ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ പുതിയ അമരക്കാരൻ ആരെന്ന ആകാംക്ഷയിലാണ് ലോകത്തിലെ 50 കോടിയോളം വരുന്ന ടിബറ്റൻ ബുദ്ധവിശ്വാസികളായ ജനത. ചൈനയും ലാമയും പിൻഗാമിയെ ചൊല്ലി ഒളിയുദ്ധത്തിലാണ്. പുതിയ ലാമയെ ഞങ്ങൾ നിശ്ചയിക്കുമെന്ന് ചൈന വാശി പിടിക്കുന്നത് എന്തുകൊണ്ട്? ആറര പതിറ്റാണ്ട് മുമ്പ് നടന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 17, 1959. ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ഉള്ളിൽ മരണഭയവുമായി ഒരു ജനത രായ്ക്ക് രാമാനം ഹിമാലയൻ മലമടക്കുകളിലൂടെ നാടുവിട്ട നാളുകൾ. കാൽനടയായും കാളപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെയായി ലോകത്തിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശത്തിലൂടെ 2 ആഴ്ച നീണ്ട യാത്ര. ആ യാത്രക്കാരിൽ ഒരാളായി സാധാരണ പട്ടാളക്കാരന്റെ വേഷത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. 14ാമത്തെ ദലൈലാമ. മാർച്ച് 31, 1959 അവർ ഇന്ത്യൻ അതിർത്തിയിലെത്തി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലാമയ്ക്കും സംഘത്തിനും ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയാണെന്ന് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ അഭയവും ടിബറ്റിന്റെ ശബ്ദവുമായി ദലൈലാമ 66 വർഷം പിന്നിടുകയാണ്. കിഴക്കൻ ടിബറ്റിലെ ആംദോ എന്ന കുഗ്രാമത്തിൽ കർഷക കുടുംബത്തിൽ നിന്ന് ലാസയിലെ നോർബുലിംഗ കൊട്ടാരത്തിലേക്കും പിന്നീട് ഇന്ത്യയിലെ ധരംശാലയിൽ പ്രവാസ ഭരണത്തിലേക്കും. ജനനം മുതൽ നവതി വരെയും ദലൈലാമയുടെ യാത്ര വിചിത്രമായ വഴികളിലൂടെയായിരുന്നു. ലോകത്ത് 50 കോടിയോളം വരുന്ന ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ ഒരു ഉത്തരം കാത്തിരിക്കുകയാണ്. ആരാകും ദലൈലാമയുടെ പിൻഗാമി? പിൻഗാമിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് ചൈനയുടെ അവകാശവാദം. അത് അംഗീകരിക്കില്ലെന്ന് നവതി ആഘോഷത്തിൽ ദലൈലാമ വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്ക് പിൻഗാമികൾ ഉണ്ടാകില്ലെന്ന് ഒരിക്കൽ പറഞ്ഞ ദലൈലാമ പിന്നീട് മനസ്സുമാറ്റി. സ്വതന്ത്രമായ ദേശത്ത് നിന്ന് പിൻഗാമി ഉണ്ടാകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. താൻ സ്ഥാപിച്ച ഗാർഡൻ ഫോദ്രാങ് ഫൗണ്ടേഷനാണ് പിൻഗാമിയെ അംഗീകരിക്കാൻ അധികാരമെന്നും സംശയങ്ങൾക്കിട നൽകാതെ ലാമ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ പിൻഗാമിയെക്കുറിച്ച് മറ്റു സൂചനകളൊന്നും ലാമ നൽകിയില്ല. എന്തുകൊണ്ട് ദലൈലാമയെ ചൈന ഭയക്കുന്നു? മനുഷ്യൻ വൈകാരികമായി, മാനസികമായി, ശാരീരികമായി ഒരുപോലെയാണെന്ന് ഒരഭിമുഖത്തിൽ ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ദലൈലാമയ്ക്ക് മറ്റൊരു അഭിപ്രായമുണ്ടാകുമെന്ന് തീർച്ച. പുരാതന കാലത്ത് നേതാവ് മാത്രമല്ല രാഷ്ട്രീയ നേതാവുമായിരുന്നു ദലൈലാമമാർ. ദലൈലാമയെ എന്നും ചൈന കണ്ടത് വിഘടനവാദിയും വിമതനുമായിട്ടാണ്. പുതിയ ലാമയെ തെരഞ്ഞെടുക്കാൻ ചൈന നേരത്തെ തന്നെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ടിബറ്റിൽ ചൈന നിയോഗിച്ച പഞ്ചൻ ലാമയുമായി ഭരണകൂടം ഇക്കാര്യം ചർച്ച ചെയ്തും കഴിഞ്ഞു.